ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ കണ്ടാൽ നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പിൻ കണക്ഷനാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 32 ആംസിൻ്റെ 32 ആംസിൻ്റെ അല്ലെങ്കിൽ 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റാണ് വരുന്നത്. നോർമൽ ലെവലിൽ വരുന്നത് അത്യാവശ്യം പവർ എടുക്കുന്നതാണ്. കാരണം 3000 വാട്ട്സ് വരെ ഏകദേശം ഓൾറെഡി വരുന്നതാണ്. ഇനി അതിൻ്റെ കണക്ഷൻസ് നോക്കുക. നമുക്ക് ആദ്യമേ തന്നെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളവും പിന്നെ ചൂടുവെള്ളം നേരെ പോരാനുള്ള ഒരു ടാപ്പും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ സാധാ പച്ചവെള്ളത്തിന് വേണ്ടിയിട്ട് സാധാ PVCയുടെ കണക്ഷൻ പൈപ്പ് നേരെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇൻലെറ്റ് ഔട്ട്ലെറ്റിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഔട്ട്ലെറ്റിന് കൊടുത്തിരിക്കുന്ന പൈപ്പ് സെപ്പറേറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് വരുന്ന സെപ്പറേറ്റ് പൈപ്പാണ് വരുന്നത്. അതാ കാരണം വെച്ചാൽ ചൂടുവെള്ളമാണല്ലോ വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണക്ഷൻ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ട സിഗ്നൽ മെയിൻസ് ഓൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് മെയിൻസ് ഓൺ ആയിരിക്കും. പിന്നെ ഹൈ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉള്ള വാട്ടർ ഹീറ്ററാണ് വന്നിരിക്കുന്നത്. 3 ലിറ്ററാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ വയറിങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന സമയത്ത് പ്ലംബിങ്ങിൻ്റെ സമയത്താണെങ്കിലും പവർ പ്ലഗ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടേക്കുക. പവർ പ്ലഗ് എന്ന് ഉദ്ദേശിച്ച് 16 ആംസിൻ്റെ ഒരു പ്ലഗ് കൊടുക്കാൻ പറ്റുന്ന സെപ്പറേറ്റ് DBയിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വാട്ട്സ്, ഒരു 3000 വാട്ട്സ് വരെ നമ്മളിപ്പോൾ ഈ പറയുന്ന വാട്ടർ ഹീറ്റർ എടുക്കുന്നുണ്ട്. 3000 വാട്ട്സ് പറയുന്നത് അത്യാവശ്യം നല്ല വാട്ട്സായി. അപ്പോൾ ഇൻലെറ്റും ഔട്ട്ലെറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻലെറ്റ് നമ്മൾ കണ്ടു, അതായത് റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇൻലെറ്റ്. അതിൻ്റെ അകത്ത് ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഔട്ട്ലെറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഔട്ടിലാണ് നമ്മളൊരു ചൂടുവെള്ളം വരുന്നത്. ചൂടുവെള്ളത്തിന് വേണ്ടി സെപ്പറേറ്റ് കണക്ഷൻ പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് വാങ്ങിക്കണം. സാധാ ഇന്നിൽ കൊടുക്കുന്ന ആ PVCയുടെ ടൈപ്പ് നമ്മൾ ഈ പറയുന്ന കണക്ഷൻ പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെല്ലാം ഉപയോഗിക്കേണ്ടത്, താഴത്താണെങ്കിലും ടാപ്പുകളെല്ലാം ഉപയോഗിക്കേണ്ടത് CP ടൈപ്പ് ടാപ്പുകളാണ് കംപ്ലീറ്റ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബാക്കിൽ 2 ഹോളാണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ SS-ൻ്റെ ഇപ്പോൾ നമ്മളിത് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് വരുന്ന SS-ൻ്റെ സ്ക്രൂ ഡ്രിൽ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഹാങ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഹാങ്ങിങ് സിസ്റ്റമാണ്, തൂക്കിയിടുന്ന സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ കാർട്ടൺ വരുന്നത്. ഈ കാർട്ടണിൽ നമുക്ക് അതിൻ്റെ 3 ലിറ്റർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷം വാറൻറ്റി കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ MRP നിങ്ങൾ കണ്ടു, 5000 സംതിങ് ആണ് MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിനേക്കാൾ അത്രയും റേറ്റ് വരില്ല. അതിനേക്കാൾ കുറച്ച് പെർസെൻറ്റേജ് കുറച്ചിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഓൺലൈൻ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് MRP കാര്യങ്ങളൊക്കെ ഓരോ ഏരിയയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വാട്ടർ ഹീറ്റർ നമ്മൾ കണക്ട് ചെയ്തതിന് മുന്നേ ഏറ്റവും ആദ്യം പ്ലംബിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പച്ചവെള്ളം വരുന്ന വേണ്ടിയിട്ട്, അതായത് ബാത്റൂമിൽ നിന്ന് പച്ചവെള്ളം വരാനുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യമേ കൊടുത്തിടണം. അതുപോലെ തന്നെ ഈ പറയുന്ന ചൂടുവെള്ളം, നമ്മൾ ഈ വാട്ടർ ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ചെയ്തിടണം. പിന്നെ അത് കൂടാതെ പവർ പ്ലഗ് കൂടി ഓപ്ഷനും കൂടി ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ എന്തെല്ലാം ഓപ്ഷൻസൊക്കെ ആദ്യമേ ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ചാനൽ, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.